ഹായ് ഗുഡ് മോർണിംഗ് ആൾ. ഇന്നത്തെ വീഡിയോ ഒരു ദുബായ് ഡേ ഔട്ട് വീഡിയോ ആണ്. ദുബായിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ദുബായ് മ്യൂസിയം, ദുബായ് ഫ്രെയിം ആൻഡ് ബോട്ടിംഗ്. നമ്മൾ ആദ്യം ദുബായിൽ പോയത് ദുബായ് മ്യൂസിയം കാണാനാണ്. കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു ദുബായ് മ്യൂസിയം പോയി കാണാമെന്ന്. അങ്ങനെ ഇപ്പോഴാണ് അതിനുള്ള ചാൻസ് കിട്ടിയത്. അങ്ങനെ ദുബായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണല്ലേ ദുബായ് ബിൽഡിങ്സ് എല്ലാം കാണാൻ. ഓരോ ബിൽഡിങ്സും ഡിഫറെൻറ്റ് പാറ്റേണിലും ഡിഫറെൻ്റ് ആയിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ നല്ല ഒരു കൗതുകമുള്ളൊരു കാഴ്ചയാണ്. UAE ഇപ്പോഴത്തെ വെതർ നല്ലതായതുകൊണ്ട് തന്നെ റോഡിലൂടെയൊക്കെ നല്ല ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. എന്ത് ഭംഗിയാണല്ലോ എല്ലാം കാണാൻ. അതാ ഫൈനലി നമ്മൾ ദുബായ് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആർക്കിടെക്ചർ അല്ലേ, എന്ത് ഭംഗിയാണ് കാണാൻ. ഒരു ബിൽഡിങ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കാണാൻ. നമ്മളിതിൻ്റെ ഏറ്റവും താഴെയുള്ള ഫ്ലോറിലാണ് പോയത്. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലെ ഫ്ലോറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് മുകളിലോട്ട് നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്താലാണ് പോകാൻ പറ്റുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ കാർ പാർക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ അതിൽ എൻ്റർ ചെയ്യും. ഇതാണ് ദുബായ് മ്യൂസിയത്തിൻ്റെ ഇൻസൈഡ് വ്യൂ. അറബിക് കാലിഗ്രഫിയിലാണ് ഇതിന് ഫുള്ളായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമായി. നമ്മൾ ചെന്ന പാടെ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് അവിടെ ഒരു പട്ടി റോബോട്ടിനെയാണ്. നല്ല കുഞ്ഞൻ റോബോട്ട്. ആളെ കാണാനും ആളുടെ ആക്ടിവിറ്റി ഒക്കെ കാണാൻ നല്ല ക്യൂട്ടായി എനിക്ക് തോന്നി. അവിടെ ഒരു കുട്ടിയായിട്ട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുൾ സ്കാൻ ചെയ്യാണ് ആൾ. അതിൻ്റെ ബോഡി മാനേഴ്സും എല്ലാം ഒരു എക്സാക്റ്റ് ഒരു ഡോഗിൻ്റെ വാക്കും എല്ലാം അതുപോലെ തന്നെ ഉണ്ട്. എല്ലാവർക്കും ഇത് കാണുമ്പോൾ നല്ലൊരു കൗതുകമായി തോന്നും. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ആളൊരു സൂപ്പറായി തോന്നി. അങ്ങനെ കുറച്ച് നേരത്തെ ഷോയ്ക്ക് ശേഷം ഡോഗിന് കൂട്ടിക്കയറാനുള്ള ഇൻസ്ട്രക്ഷൻ കിട്ടി. ആൾ വേഗം പോയി കൂട്ടിക്കയറി. അടുത്തതായിട്ട് ഒരു വീഡിയോ റോബോട്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ ഇത് ആക്റ്റീവ് അല്ല. അവിടെ അതിൻ്റെ ഡെമോ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളിതിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടപ്പെട്ട വീഡിയോസും അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോസും വീഡിയോസും എല്ലാം ഇത് ക്യാപ്ചർ ചെയ്ത് തരുന്നതായിരിക്കും. അങ്ങനെ നമ്മളിതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി പോവുകയാണ്. സ്റ്റെപ്സ് കയറി ഫസ്റ്റ് ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ കിട്ടും. ദുബായിലെ ഫ്യൂച്ചർ മ്യൂസിയം പേരുപോലെ തന്നെ ഫ്യൂച്ചറിൽ എന്തൊക്കെയായിരിക്കും നമുക്ക് പുതിയ AI സാധ്യതകളെന്ന് കാണിച്ചു തരികയാണ്. ഇതാ ഇവിടെ ഒരു ഫ്ലൈയിങ് ഫിഷെന്നോ ഫ്ലൈയിങ് ബലൂണെന്ന് വിളിക്കാം. അതുപോലെ ഒരു റോബോട്ട് ഇത് അവിടെ ഇങ്ങനെ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ ഫ്യൂച്ചർ മ്യൂസിയത്തിൽ കണ്ടിട്ടുണ്ടായിരുന്ന കാഴ്ചകൾ. അതുപോലെ ഇതിൻ്റെ താഴെ ഒരു കോഫി ഷോപ്പും റെസ്റ്റോറൻറ്റ് ഏരിയയും ടൂറിസ്റ്റേഴ്സിനായിട്ടുള്ള കുറേ സുവനീർ ഷോപ്സ് ഉണ്ടായിരുന്നു. ഫ്യൂച്ചർ മ്യൂസിയവുമായി ബന്ധപ്പെട്ടുള്ള ലോഗോ പതിപ്പിച്ച വാട്ടർ ബോട്ടിൽസ്, ബാഗ്സ്, പെൻസ് എല്ലാം ഉണ്ടായിരുന്നു.
ഇതുകൂടാതെ ഇവിടെ വേറൊരു റോബോട്ട് കൂടി ഉണ്ടായിരുന്നു. അതാണ് ഈ ആശാൻ. ഇവർ നമുക്ക് ആവശ്യമായിട്ടുള്ള ജ്യൂസ്, ടീ, കോഫി എല്ലാം മേക്ക് ചെയ്ത് തരും. നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മതി. ഇവിടെ വാട്ടർമെലൺ ജ്യൂസാണ് ഇപ്പോൾ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു തുള്ളി ജ്യൂസ് പോലും പുറത്തു പോവാതെ അടിപൊളിയായിട്ടാണ് ജ്യൂസ് കൊടുത്തത്. ഇതാണ് ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ച. ഇവിടെയാണ് പ്രധാനമായിട്ട് എല്ലാവരും ഫോട്ടോഷൂട്ട് നടത്തുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ടിൽ നല്ലൊരു ചെറിയൊരു മിനി പൗണ്ട് എന്ന് പറയാം, അധികം വെള്ളമൊന്നുമില്ലാതെ അതിൻ്റെ ആ മ്യൂസിയത്തിൻ്റെ ആ ഒരു രൂപം അത് നേരെ കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ ദുബായ് ഫ്രെയിം കാണാൻ പോവുകയാണ്. അടുത്ത ലൊക്കേഷൻ ഇട്ടത് ദുബായ് ഫ്രെയിമിലോട്ടാണ്. ദുബായ് ഫ്രെയിം നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല. നമ്മൾ മെയിനായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എത്തിയത്. ദുബായ് ഫ്രെയിമിനോട് ചേർന്നുള്ള ജമീൽ പാർക്കിലാണ് നമ്മൾ ഫുഡ് കഴിക്കാനായി കയറിയത്. നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്ന് അവിടെ പാർക്കിലിരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ബോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. ദുബായ് ബോട്ടിങ്. ഇത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഈവനിങ് 5:30-ക്കുള്ളൊരു ബോട്ടായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഒരു കിഡിലൻ ഡിസിഷനായിരുന്നു. കാരണം നമുക്കൊരു സൺസെറ്റും അതുപോലെ തന്നെ ഒരു നൈറ്റ് ദുബായ് വൈബൊക്കെ ആസ്വദിക്കാൻ പറ്റി. നമ്മൾ സൺസെറ്റിന് മുന്നെയാണ് നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്തെങ്കിലും നമ്മളെ ബോട്ട് ഒരു 2 hours ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് എത്തിയപ്പോഴേക്കും ഫുൾ ദുബായിൽ ഫുൾ ലൈറ്റൊക്കെ ഓണായി. നല്ലൊരു വ്യൂ ആയിരുന്നു അത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ദുബായ് ബോട്ടിങ്ങിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറയാം 5:30-ക്കുള്ള ബോട്ടിങ് എടുക്കുകയായിരിക്കും. നമുക്ക് ഡേ ലൈറ്റും അതുപോലെ നൈറ്റ് ലൈറ്റും നമുക്ക് ദുബായ് ആസ്വദിക്കാൻ പറ്റും. ഈ ബോട്ട് നമ്മൾ ഓൺലൈനായിട്ടായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പെർ ഹെഡ് 30 dirhams ആണ് വരുന്നത്, ഇൻക്ലൂഡിങ് ഫുഡ് അടക്കം. അങ്ങനെ നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ ബോട്ടിലെത്തിയിട്ടുണ്ട്. ആ ബോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്താ നല്ലൊരു വ്യൂ, അടിപൊളി. ദുബായിൻ്റെ ഈ അങ്ങനെ ഞങ്ങൾ കറക്റ്റ് ടൈമിന് ബോട്ടിലെത്തി. അടിപൊളി വ്യൂ ആയിരുന്നു. 5:30-ക്ക് ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇതുപോലെ തന്നെ നിരവധി ബോട്ടുകളാണ് അവിടെ ഉള്ളത്. മാനമുട്ട നിൽക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഇടയിലൂടെ ദുബായിലൂടെ ഒരു വാട്ടർ ബോട്ട് യാത്ര അടിപൊളിയായിരുന്നു. ലൈഫിൽ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു യാത്രയായിരുന്നു ഇത്. ഇവിടെ ഇതാ പുതിയ ബോട്ടിൻ്റെ കൺസ്ട്രക്ഷൻ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ചെറിയതും വലുതുമായ നിരവധി ബോട്ടുകൾ, അതുപോലെ ഇതാ ഓരോ ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ബിൽഡിങ്സ്. സൺസെറ്റ് ആവാനായിട്ടുണ്ട്. ബുർജ് ഖലീഫ ഇതാ സൺസെറ്റിൻ്റെ താഴെ നല്ല അടിപൊളിയായിട്ട് കാണാനുണ്ട്. നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി വൈബായിരുന്നു. എല്ലാവരും ബോട്ടിലുള്ള എല്ലാവരും ഫോട്ടോസ് എടുക്കുകയായിരുന്നു. ബോട്ട് എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഫുഡ് എത്തി. ഫുഡൊക്കെ നല്ല ഉഷാറായിരുന്നു. 30 dirhamsന് അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ
സൈഡിലൂടെ കുറേ ബോട്ടുകൾ അങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. വെഡ്ഡിങ് ഇവൻറ്റ്സൊക്കെ നടത്തുന്ന അടിപൊളി എൻജോയ് ചെയ്തിട്ടുള്ള ബോട്ട്സും അതുപോലെ നമുക്കിഷ്ടപ്പെട്ട എല്ലാ സോങ്സും പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു ബോട്ടിൽ. അത് അടിപൊളിയായിരുന്നു. പിന്നെ അതാ വൈകുന്നേരം ആയപ്പോഴേക്കും സൺസെറ്റ് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ലൈറ്റ് വരാൻ തുടങ്ങി. അതിനേക്കാളേറെ എനിക്കിഷ്ടപ്പെട്ട കാഴ്ച എന്ന് വെച്ചാൽ ഈവനിങ് ആയപ്പോഴേക്കും ആയിരക്കണക്കിന് പക്ഷികൾ കൂട് ചേക്കേറാൻ വേണ്ടി പോകുന്ന കാഴ്ച. അയ്യോ, അത് അടിപൊളിയായിരുന്നു. കുറേ കാലമായിട്ട് നമ്മൾ കാണാതെ ഇത്രയധികം പക്ഷികൾ നമ്മൾ ഒരുമിച്ച് കുറേ കാലത്തിന് ശേഷമാണ് കാണുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു അടിപൊളിയായി തോന്നി. അതുപോലെ തന്നെ നമുക്ക് ബോട്ടിൽ ലൈവായിട്ടൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. അവർ നമുക്ക് ഫോട്ടോ എടുക്കും. നമ്മുടെ ബോട്ട് തിരിച്ച് എത്തുന്നതിനുള്ളിൽ തന്നെ അത് പ്രിൻ്റ് എടുത്ത് നമുക്ക് തരും. ഒരു ഫോട്ടോ ഒക്കെ 30 ദിർഹംസ് വെച്ചിട്ടാണ് അവർ ചാർജ് ചെയ്യുന്നത്. അത് നല്ലൊരു കച്ചവടമാണ് എന്തായാലും. നമ്മുടെ നാട്ടിൽ വൈകിട്ട് നമുക്ക് ഈ ഒരു കാഴ്ച കാണാൻ പറ്റും. കുറേ കാലത്തിന് ശേഷം ദുബായിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അതുപോലെ മക്കൾക്ക് ഇത് കണ്ടപ്പോഴും അവർ ഭയങ്കര ഹാപ്പിയായി. കാരണം അവർ ലൈഫിൽ ഇത് ചിലപ്പോൾ ഫസ്റ്റ് ടൈം ആ എക്സ്പീരിയൻസ് എന്നുള്ളത് തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡാൻസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ദുബായിയുടെ നൈറ്റ് ലൈഫാണ്. എല്ലായിടത്തും പ്രകാശം. അടിപൊളിയായിരുന്നു. എന്തായാലും ഈ ഒരു ബോട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. 30 ദിർഹംസിന് ഇത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു. നമ്മുടെ ഫുഡാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ഡാൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ജസ്റ്റ് കുട്ടികളെ ഫൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹൗസിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ ഇതാ വേറെ നൈറ്റ് ടൈമിലുള്ള ബോട്ട്സൊക്കെ സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഏകദേശം ഇപ്പോൾ ബാക്കിലോട്ടെത്തി, കരയോടെ അടുത്തു. അങ്ങനെ ദുബായ് ഡേ ഔട്ട് വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു.